പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ വിരിയൂ പ്രഭാതമേ തെളിയൂ പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ പുണ്യദീപമായി വരൂ പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ മാമക മനസ്സിലെ കോവിലിന്നകതാരിൽ മാമക മനസ്സിലെ കോവിലിന്നകതാരിൽ വിരിയൂ പ്രഭാതമേ തെളിയൂ പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ താവകഹിതം ചെയ്ത് മോഹന മോക്ഷം പുൽകാ താവകഹിതം ചെയ്ത് മോഹന മോക്ഷം പുൽകാ അജ്ഞത നീക്കി ദിവ്യ ജ്ഞാനിയാക്കിടുകെന്നെ അജ്ഞത നീക്കി ദിവ്യ ജ്ഞാനിയാക്കിടുകെന്നെ വിരിയൂ പ്രഭാതമേ തെളിയൂ പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ വിരിയൂ പ്രഭാതമേ തെളിയൂ പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ
കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾക്ക് കർത്താവ് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിനായിട്ട് നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ അവിടുത്തെ സമയത്ത് തക്ക സമയത്ത് തന്നെ അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ച് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരുതലിനായിട്ട് പരിപാലനത്തിനായിട്ട് കർത്താവേ നിങ്ങൾ നന്ദി പറയുന്നു, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പോ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ അവിടുന്ന് മുഖാന്തരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദയായിട്ടുമുള്ളത്. അത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. കർത്താവെ ഞങ്ങൾ നടന്നതല്ല അവിടുന്ന് നടത്തിയതാണ്. കർത്താവെ ഞങ്ങൾ നിന്നതല്ല അവിടുന്ന് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ്, അവിടെ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ആകയാൽ ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന അടിയങ്ങളിപ്പോൾ പ്രിയ ക്രിസ്തുവിന്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ തമ്മിൽ കൂടത്തേക്ക് യാത്രയാകുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യം അടിയങ്ങളോടുകൂടെ പൂരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ വിശേഷാൽ സഹായിക്കണമേ, ആവശ്യമായ കൃപ നൽകണമേ. ദൈവകരങ്ങളെ പരമേൽപ്പിക്കുന്നു, സഹായിക്കണമേ. കുടുംബത്തെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. അവിടുത്തെ കരുതലും പരിപാലന സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്ത് വരുന്ന പ്രിയപ്പെട്ടവരെ ഷാവിലിന്റെ കുടുംബത്തെയും അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. അവർക്കും ക്ഷേമത്തോടെ യാത്ര ചെയ്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. മാത്രമല്ല കർത്താവേ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കൂടി വരുമ്പോൾ അവിടുത്തെ കൃപയും ധാരാളമായ സാന്നിധ്യവും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനാക്ക് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലും വാഹനത്തിൽ അവിടുത്തെ കരുതലുണ്ടായിരിക്കണമേ. നിന്റെ ജനത്തെ ശുദ്ധീകരിച്ച് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ക്രിസ്തു യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി തീർക്കുമാറാകണം. അനുദിനം തന്നിഴലിൻ
ഇവിടെ നടത്തപ്പെടുന്നത്. ഇപ്പോൾ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന സഹോദരന്മാരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ AC ഷാജി സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുവാൻ താല്പര്യപ്പെടും. ബ്രദർ TT മത്തായി, തൃപ്പൂണിത്തുറ അസംബ്ലിയിലെ ബ്രദർ TT മത്തായി, പ്രിയ പെർസസിന്റെ പിതാവ് തങ്കച്ചൻ, പ്രിയ ഷാവലിന്റെ പിതാവ് CR ഷാമി, നെല്ലിക്കുന്ന് അസംബ്ലിയിൽ നിന്ന് വന്നിട്ടുള്ള ബ്രദർ ആന്റണി, ബ്രദർ PV വർഗീസ്, നെല്ലിക്കുന്ന് അസംബ്ലിയിലെ എൽഡേഴ്സ് ആയിട്ടുള്ള ബ്രദർ ഗോഡ്ലി, ബ്രദർ സൈലസ് C നായർ. ഈ പേരെ പറഞ്ഞ എല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കുവാനുള്ള അവരെ ക്ഷണിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ സഹോദരൻ PV വർഗീസ് പ്രാർത്ഥിക്കുന്നതാണ്. വഹിക്കുന്നവനായ അവിടുത്തെ സന്നിധിയിൽ നിന്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടെ തന്നോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് വലിയവനായാൽ കർത്താവെ സ്തോത്രം. അവിടുന്ന് കർത്താവെ പരിശുദ്ധനായാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കും ദയയ്ക്കും പരിപാലിതമായിട്ട് കർത്താവെ സ്തോത്രം. എന്നാൽ കർത്താവെ ഈ സമയം ഞങ്ങൾ കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്നതിനായിട്ട് സ്തോത്രം. ഇതിൻ്റെ ഭാഗത്തു നിന്ന് പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തോടെ കടന്നു വന്നു. അതിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുതലുകൾക്കായിട്ട് കർത്താവെ സ്തോത്രം. തന്നെയുള്ള കർത്താവെ ഷാവലിൻ്റെയും പരിശുദ്ധിൻ്റെയും വിവാഹ നിശ്ചയത്തോടെ ബന്ധത്തിലാണല്ലോ അടിയങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് മുന്നമേ അറിഞ്ഞിരിക്കുകയാൽ ഞങ്ങൾ നമുക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിയുടെ കൂടെ ശുശ്രൂഷകളൊക്കെയും അവിടെ മാനിക്കുകയും എല്ലാവരുടെ നാമത്തിൽ മുഖത്തിനായി ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുസരിച്ചിരിക്കുന്ന ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. കർത്താവെ സഹായിക്കണമേ. തന്നെയുള്ള കർത്താവെ ചെറിയ അല്പസമയം ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാനും സഹായിക്കണമേ. അതെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവെ രക്ഷിക്കപ്പെടാത്തവരായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ മൂലം ആ പ്രിയപ്പെട്ടവരും മാനസാന്തരപ്പെട്ട് രക്ഷാകരണത്തെ പ്രാപിച്ച് ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ അവരെ സഹായിക്കണമേ. ഈ കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. തന്നെ ഉണ്ടായി കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രധാനം പ്രിയ പെർസസിന്റെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മളുടെ കൂടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും തൃപ്പൂണിത്തുറ പ്രധാന സഭയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഷാവലിന്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ ബന്ധുമിത്രാദികൾ, സഭയെ ബന്ധപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവരെല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി അവരെ സഭയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പെർസസിന്റെ ഭാഗത്തു നിന്നും കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ, സഭയായിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരെ, അയൽവക്കക്കാരെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ആവശ്യമായ കൃപ വലിയനാദീനം ധാരാളമായി നൽകുമാറാകണം. ഇപ്പോൾ വലിയവനായ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം കൂടെ കർത്താവിന്റെ ദാസൻ എന്ന പേരിൽ ആരംഭിക്കുന്നതാണ്. യഹോവ ഈരെ എന്നുള്ള ഗാനം. അവൻ വലിയവനായ ദൈവം എത്രയോ വലിയവനാണ്. അവൻ സൃഷ്ടാവാണ്, അവൻ നൽകുന്നവനാണ്, അവൻ സമാധാനം നൽകുന്നവനാണ്. വിവിധ നിലകളിൽ ദൈവജനത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഉന്നതനായ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം കേൾക്കാം. Yehova
നാം എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിവരിൽ തന്നെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുമ്പോട്ട് വന്ന് അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് അവർ എടുത്തിരിക്കുന്ന ധാരണയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുവാൻ ആവശ്യമുണ്ട്. അതിനായിട്ട് ആദ്യം പ്രിയ കണ്ടോലിക് സഹോദരനെയും അതിനുശേഷം ഷാമിന്റെ പിതാവിനെയും ക്ഷണിക്കുക. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമായ മഹാദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചൻ ഇങ്ങനൊരു ദിവസം ദൈവകൃപയാൽ നൽകുവാനായിട്ട് ഇടയാക്കി തീർന്നു. സഭയായി കുടുംബങ്ങളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ മകൾക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്നും വിജയകാന്ത് ലഭിക്കുന്ന സഭയിൽപ്പെട്ടതായ ദൈവദാസൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു വിവാഹാലോചന വരാനും ആ നിലയിൽ കാണുവാനും ഒരു ധാരണയിൽ എത്തുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് എല്ലാവരെയും ഈ നിലയിലെ ഈ ഓഡിറ്റോറിയത്തിൽ ക്ഷണിച്ചു നിർത്തിയത് അതിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. കടന്നു വന്ന എല്ലാവരെയും കർത്തനാമത്തിൽ ഒരിക്കൽ കൂടെ ഈ വിഷയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നൽകുന്ന നന്മകൾക്ക് ആദ്യമായി ഞാൻ നന്ദി പറയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കിയതാണ്. ഇതിൻ്റെ പുറകിൽ ഞങ്ങൾക്ക് കാര്യമായി ഒരു പ്രയത്നങ്ങളോ അല്ലെങ്കിൽ അധ്വാനമോ വേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രം. ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അതിനപ്പുറമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇടവന്നില്ല. കർത്താവ് തന്നെ അതൊക്കെ ഒരുക്കി. അതിനപ്പുറമായി ഒന്നും ഞങ്ങൾക്ക് പടവാനുമില്ല. ദൈവം ചെയ്യുന്നതൊക്കെ നന്മയ്ക്ക്. ഞങ്ങൾക്ക് മക്കളെ തന്നു, ഇത്രയും നന്മകളും നൽകി അവർക്ക് തുണകളെയും ദൈവം ഒരുക്കി.
ഞങ്ങൾ ഒരുക്കിയതല്ല, മറ്റാരും ഒരുക്കിയതല്ല, ദൈവം ഒരുക്കിയതാണ്. അതിന് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. മക്കൾ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ സേവിക്കണം. അവർ തലമുറകളായി കർത്താവിനെ സ്നേഹിക്കുന്നു, കാണുവാനും ഇടയാക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ടാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെയും പരസ്പരം ഞങ്ങൾ നിശ്ചയിച്ച പ്രകാരം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധുമിത്രാദികളും സഹോദരന്മാരുടെയും ഈ പ്രദേശത്തുള്ള മറ്റ് അനേക ഞങ്ങളോട് സ്നേഹവും സന്തോഷമുള്ള അനേകരോടൊപ്പം ഇന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നിശ്ചയം ദൈവനാമത്തിൽ ഞങ്ങളത് ചെയ്യുവാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ ഭവനത്തിൻ്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ആഗ്രഹിക്കുന്നത് ഇരു ഭവനക്കാരും തമ്മിൽ നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 13 തൃശ്ശൂർ സിയോൺ സഭയുടെ ആഭിമുഖ്യത്തിലാണ് വിവാഹം നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടോ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. രണ്ട് സഹോദരന്മാരും പറഞ്ഞ കാര്യങ്ങൾ നാം വിശദമായി കേൾക്കുകയുണ്ടായി. അവർ താല്പര്യപ്പെടുന്ന പ്രകാരം അവരുടെ മക്കളുടെ വിവാഹം സെപ്റ്റംബർ മാസം 13 നെല്ലിക്കുന്ന് ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ അവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണം അവർ ആഗ്രഹിക്കുകയാണ്. അക്കാര്യത്തിൽ നമുക്കാർക്കും തടസ്സമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കാര്യം നമ്മളങ്ങനെ തീരുമാനിക്കുകയാണ്. ദൈവമനുവദിച്ചാൽ സെപ്റ്റംബർ മാസം 13 തൃശ്ശൂർ നെല്ലിക്കുന്നുള്ള ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ അവിടെ വെച്ച് ആ വിവാഹം നടത്തുവാൻ തക്കവണ്ണം നാം സഭയായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ പ്രിയ ഷാവിലിനെയും ബർസിസിനെയും എല്ലാവർക്കും ഒന്ന് കാണുവാനും പരിചയപ്പെടുവാനും തക്കവണ്ണം ആവശ്യമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും സ്റ്റേജിലേക്ക് കടന്നു വന്ന് നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നു. നീ
കുടുംബത്തിലുള്ള വിവാഹം ഈ മാസം 13-ാം തീയതി നടക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ആശ്രയിച്ച് നാം തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവാഹ നിശ്ചയരേഖ നമുക്ക് വായിക്കാം. എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ നടമ വില്ലേജിൽ പാടത്തുകാട്ടിൽ ശ്രീമാൻ പി.ടി. തങ്കച്ചൻ്റെയും ശ്രീമതി മോളി തങ്കച്ചൻ്റെയും മകളും തൃപ്പൂണിത്തുറ പ്രഥമ സഭാംഗവുമായ പെർസിസ്, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ ഉള്ളൂക്കര വില്ലേജിൽ ചിറയത്ത് വീട്ടിൽ ശ്രീമാൻ സിയാർ സണ്ണിയുടെയും മോളിയുടെയും മകനും നെല്ലിക്കുന്ന് സിയോൻ സഭാംഗവുമായ ഷാവിലും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2017 ആണ്ട് സെപ്റ്റംബർ മാസം 13-ാം തീയതി 10 മണിക്ക് വരന്റെ സഭയായ നെല്ലിക്കുന്ന് സിയോൻ പ്രഥമ സഭയുടെ ചുമതലയിൽ ഈ സഭാ ഹാളിൽ വെച്ച് നടത്തുന്നതിന് ഇരുവിഭാഗത്തിലുള്ള സഭാപ്രതിനിധികളും ബന്ധുക്കളും ചേർന്ന് സെന്റ് റാഫേൽ പാരിഷ് ഹാൾ തൈക്കൂടം വെച്ച് ഇന്നേ ദിവസം 2017 സെപ്റ്റംബർ മാസം 2-ാം തീയതി കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. വരന്റെ പിതാവും വധുവിന്റെ നിയുക്താവിന്റെ പിതാവും നിയുക്ത വധുവിന്റെ പിതാവും സഭാ ശുശ്രൂഷകൻ ഒപ്പിട്ടിട്ടുണ്ട്. 2 സാക്ഷികളും ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ വിവാഹ നിശ്ചയ രേഖ കൈമാറുന്നതിനായിട്ട് 2 പേരുടെയും പിതാക്കന്മാരെ ക്ഷണിക്കും. നാമിപ്പോൾ വലിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവസഭയുടെ ക്രമീകരണം അനുസരിച്ച് 13-ാം തീയതി നടത്തുവാൻ തക്കവണ്ണം നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ആവശ്യമുണ്ട്. എന്നാലിപ്പോൾ നെൽകുന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാളിദാസൻ ആന്റണി ഈ വിവാഹത്തെ ഓർത്തും ഈ തീരുമാനത്തെ ഓർത്തും ഇപ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. വാഴ്ത്തുകൊണ്ടവനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ മഹത്വമുള്ള സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിലേക്ക് സ്തോത്രം. ഒരു കാലത്ത് ദൈവസന്നിധിയിൽ കടന്നിടുവാൻ യോഗ്യമില്ലാത്തവരായി അടയ്ക്കപ്പെട്ടവരായി ഞങ്ങൾ ജീവിച്ചവരായിരുന്നു. എന്നാൽ കരുടാസമുണ്ടായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിന്റെ മക്കളിൽ നിന്നുള്ള പതിവിലേക്ക് ഞങ്ങളെ ഉയർത്തി നിന്റെ വലിയ അനുഗ്രഹങ്ങളെ കൈപ്പാൻ തക്കണം ഞങ്ങളോട് കൃപ തോന്നിയല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിനെ നിന്നെ സേവിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരവാദിക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നവരാണെന്ന് ഇന്നും വെളിപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരെ വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന വധു സ്മോക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരിരുവരും കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിൻ്റെ ഭാഗത്ത് വിശ്വസ്തരായി നിൽക്കുവാനും നീ അവിടുന്ന് കൃപ ചെയ്തത് സ്തോത്രം. മനുഷ്യനേകരായിരിക്കുന്നത് നന്നല്ലെന്ന് അരുളി ചെയ്ത ദൈവം നീയാണ് തക്ക സമയത്ത് അവർക്ക് തുണകളെ കണ്ടെത്തി അവരെ കുടുംബത്തിൽ ചേരുവാനാക്കുന്ന ദൈവം. ആകെയാൽ ദൈവമേ, ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ തീരുമാനിച്ച പ്രകാരം അവിടുന്ന് അനുവദിക്കുന്നുവെങ്കിൽ സെപ്റ്റംബർ മാസം 13-ാം തീയതി നെല്ലിക്കുന്ന് തെച്ചിലോട് വെച്ച് ആ വിവാഹ ശുശ്രൂഷ നടക്കുവാനും അനുഗ്രഹീതമായിരിക്കുന്ന കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും അനുഗ്രഹീതമായിരിക്കുന്ന കുടുംബം കെട്ടിപ്പടുക്കുവാൻ മക്കളെ നീ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ഈ മക്കളെ അവിടുത്തെ കൈകളിൽ പരികൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളുടെയും അവിടുത്തെ അനുഗ്രഹം നൽകണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിച്ചു കൊടുക്കണം. സംഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരടിസ്ഥാനമുണ്ട്. അത് തിരുവഴുത്താണ്, ദൈവവചനമാണ്. അത് വിവാഹ നിശ്ചയമായാലും വിവാഹമായാലും ഏത് കാര്യമായാലും തിരുവഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതാണ് അടിസ്ഥാനം. ഇപ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമ്മെ കേൾപ്പിക്കുന്നതിനായിട്ട് ദമാമിൽ താമസിച്ചുകൊണ്ട് ഗുജറാത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ എ.സി. ഷാജി ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കുന്നതാണ്. അതിനായിട്ട് കർത്തദാസനെ ക്ഷണിക്കും. അനുഗ്രഹീതമായിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എനിക്കൊരവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പി.ടി. തങ്കച്ചൻ സഹോദരനെ ഞാൻ രക്ഷിക്കപ്പെട്ട ആ ദിവസം മുതൽ അറിയാവുന്ന ദൈവദാസനാണ്. ഞങ്ങൾ ഒരുമിച്ച് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ കുടുംബവുമായിട്ട് വ്യക്തിപരമായി എനിക്ക് ബന്ധം വന്നത് 1999 തൻ്റെ മൂത്ത പെങ്ങളുടെ മകളെ
ഞാൻ വിവാഹം കഴിച്ചതോടെ ഞങ്ങൾ അമ്മാവനും അനന്തരവനും എന്നുള്ള അവസ്ഥയിലേക്ക് വരുവാനിടയായി. അന്ന് പെർസിസിന് ഏതാണ്ട് 5-6 വയസ്സ് പ്രായമേ ഉള്ളൂ. അന്ന് മുതൽ പെർസിസിനെ അറിയാം. ആ കുടുംബത്തെ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ്. പ്രിയ മകളുടെ വിവാഹകാര്യവും വളരെ നാളുകളായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുകയും പല ആലോചനകൾ പലരുമായി പങ്കുവെക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ പ്രിയ മകളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഈ നിലയിൽ സമ്മേളിപ്പാൻ ഇടയായതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചെറുപ്പം മുതൽ തന്നെ ദൈവിക ഭക്തിയിൽ മുൻപന്തിയിലാണ് പ്രിയ മകൾ. ബൈബിളിലെ ഏത് കാര്യം ചോദിച്ചാലും അപ്പം പറയും. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അത്രയും ശോഭിച്ചില്ലെങ്കിലും വേദപുസ്തക കാര്യത്തിൽ വളരെയധികം ശോഭിച്ച ബാല്യം മുതൽ അതിലുറ്റിരുന്ന ഒരു മകളാണ് പെർസിസ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ നിലയിലുള്ളതായിരിക്കും ഒരു കുടുംബജീവിതം ദൈവം ഒരുക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും വീട്ടിൽ ഈ കാര്യം പറയുകയും ദൈവം തക്ക സമയത്ത് അതിനായിട്ട് ഒരുക്കും എന്ന് ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് ഷാവലിൻ്റെ ദൈവം ആ നിലയിൽ ഒരിക്കൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ചില ദിവസങ്ങൾക്കകം അവരുടെ വിവാഹം നടന്ന ഒരു കുടുംബമായി തീരുവാനായിട്ട് പോവുകയാണ്. ഇന്ന് അതിൻ്റെ വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കുവാനായിട്ടിടയായത്. ദൈവ മക്കളുടെ ഇടയിൽ നടക്കുന്ന ഏതൊരു ശുശ്രൂഷയും ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇവിടെ നടക്കുന്ന ഈ വിവാഹ നിശ്ചയവും ക്രിസ്തുവും സഭയുമായിട്ടുള്ള വലിയ ഒരു ബന്ധത്തെ വിളിച്ചറിയിക്കുകയാണ്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നതിൽ അനേകർ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച ദൈവമക്കളാണ്. എന്നാൽ പകുതിയിലധികം പേർ ഇപ്പോഴും വ്യക്തിപരമായി ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കൾ എന്നുള്ള ഉറപ്പ ബോധ്യം പ്രാപിച്ചിട്ടില്ലാത്തവരാണ് എന്നും എനിക്കറിയാം. അതുകൊണ്ട് ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇന്ന് രാവിലെ വേഗത്തിൽ ഓർപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായിരിക്കുന്ന വിവാഹ നിശ്ചയത്തോട് ബന്ധപ്പെട്ട് സാധാരണ നാം വായിക്കാറുള്ള ചിന്തിക്കാറുള്ള ഒരു വേദഭാഗം തന്നെ വായിച്ച് വേഗത്തിൽ ചില ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കറിയാവുന്ന ദൈവമക്കൾക്ക് അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു വിവാഹ നിശ്ചയത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത്. നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തു. ആരായാലും നിങ്ങള് വിശുദ്ധനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അവരോട് പറയുക, നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളാരാ? യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ച, പാപമോചനം പ്രാപിച്ച, സ്വർഗ ഭവനത്തിലേക്ക് ചെന്നു ചേരുമെന്ന ഉറപ്പോടും ബോധ്യത്തോടും കൂടി ജീവിക്കുന്ന കൊരിന്തിലെ ദൈവമക്കളോടാണ് പറയുന്നത്, നിങ്ങളെ. അവരാണ് അവരുമായി അവരെ കുറിച്ച് പൗലോസ് പറയുക, നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് നാം ഇവിടെ പെർസിസിനെ ഷാവലിന് വിവാഹ നിശ്ചയം ചെയ്യുകയായിരുന്നു. പെർസിസിന്റെ മനസ്സിൽ ഒരു പുരുഷനേ ഉള്ളൂ, ഷാവല്. ആ ഷാവലിനോട് ചേരുന്ന ഒരു ദിവസം, അവന്റെ ഭവനത്തിലേക്ക് ചേരുന്ന ഒരു ദിവസം അവർ കാത്തിരിക്കുക. അതുകൊണ്ട് നിശ്ചയമാണ്. അതിന് ചില ദിവസങ്ങളൊക്കെ നമ്മളിവിടെ പറയുകയുണ്ടായി. അന്ന് അവരുടെ വിവാഹം നടക്കും. ഇപ്പോൾ വിവാഹം നടന്നിട്ടില്ലേ? അതിനുള്ള ദിവസം നിശ്ചയിച്ചിരിക്കുക. ഇതേപോലെ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി തങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ഈ ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഒരുമിച്ച് ചേർത്ത ദൈവവചനം പറയുന്നതാണ് ദൈവസഭ. ദൈവസഭ ക്രിസ്തുവുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ദൈവസഭ എന്ന ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ചേരുന്ന ദിവസത്തിനായി കാത്തിരിക്കുക. കുഞ്ഞാടിന്റെ വിവാഹം വരുവാൻ പോവുകയാണ്. ഇവരുടെ വിവാഹ ദിവസം
നിങ്ങൾ പല പ്രസംഗങ്ങളും കേൾക്കും. അന്ന് ആ കുഞ്ഞാടിന്റെ വിവാഹത്തെ കുറിച്ച് പല കാര്യങ്ങൾ കേൾക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിന്റെ വിവാഹ നിശ്ചയം, ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ് സഭ ഇന്ന് കാത്തിരിക്കുകയാണ്. പ്രിയനായവൻ നസറേയനായിരിക്കുന്ന യേശു ഞങ്ങളെ ചേർക്കുവാനായിട്ട് വരും. ഈ ബോധ്യമുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്, വിശേഷാൽ ശാവലും അതുപോലെ പെർസിസും. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഈ നിലയിൽ കർത്താവിനെ സ്വീകരിക്കാത്ത പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിന്റെ പടുകൊടിയിൽ ചേറ്റുകൊടിയിൽ വീണ് കിടക്കുന്നവരാണ് മനുഷ്യജാതി. അങ്ങനെയുള്ള മനുഷ്യജാതിയെ പാപത്തിന്റെ ചേറ്റുകൊടിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നാം അവനെ സ്നേഹിക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മെ സ്നേഹിച്ച് നമ്മോടുള്ള സ്നേഹം നിമിത്തം സ്വർഗത്തിലെ സിംഹാസനത്തെ വിട്ട് ഇറങ്ങി വന്നവനാണ് നസറേയനായ യേശു. ആ യേശു ഇറങ്ങി വന്നത് നമ്മെ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുവാനാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനായിട്ട് പോകുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അല്ലെ, കർത്താവ് പിതാവിന്റെ ഭവനത്തിൽ സഭയ്ക്കായി തന്റെ കാന്തയ്ക്കായി സ്ഥലമൊരുക്കി അവളെ ചേർക്കുവാൻ അവൻ വരുവാനായിട്ട് പോവുകയാണ്. ശാവല വിവാഹത്തോടുള്ള ബന്ധത്തിൽ എനിക്കറിയാം, ശാവലൻ തന്റെ ഭവനമൊക്കെ ഒരുക്കിയ തന്റെ ജീവിതത്തിലേക്ക് ആ പെർസിസ് വരാനായിട്ട് പോയി. അതിനായിട്ട് അവിടെ ഒരുക്കമാണ്. പെർസിസ് ആ ഭവനത്തിലേക്ക് അവൾ കണ്ടിട്ടില്ല, ആ ഭവനത്തിലേക്ക് കണ്ടിട്ടില്ലാത്ത ഭവനത്തിലേക്ക് ചെന്നു ചേരുന്ന ദിവസത്തെ എണ്ണുകയാണ്. നമുക്ക് ചിലപ്പോ ഇനി എത്ര ദിവസം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആൺകൂട്ടി നോക്കേണ്ടി വരും. പക്ഷെ അവരോട് ചോദിച്ചാൽ ഇപ്പൊ തന്നെ പറയും. കാരണം അവർക്കറിയാം, അവർ എണ്ണി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. ഇന്ന് രാവിലെ ഇവരുടെ വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉറപ്പ് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്റെ ജീവിതത്തിൽ എന്റെ ആത്മാവിന്റെ ഉടയവൻ, എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത, എന്റെ പ്രാണനെ ആ നരകശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഏക പുരുഷൻ നസറേയനായ യേശുവാണ്. ആ യേശു അല്ലാതെ മറ്റാരെയും എനിക്ക് വേണ്ട. ആ യേശു മാത്രം മതി എനിക്ക്. നമ്മൾ പാടിയല്ലോ പാട്ടിലൂടെ പ്രിയ സഹോദരൻ പാടി, നീ മാത്രം മതി, നീ മാത്രം മതി. അതെ, അവൻ മാത്രം മതി, അവൻ മാത്രം മതി. അവനെ മാത്രം ഇന്ന് രക്ഷിതാവും കർത്താവുമായ യേശുവേ, നീ മാത്രമാണ് എനിക്ക് വേണ്ടി മരിച്ചത്, നീ മാത്രമാണ് എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്. നിന്റെ സ്നേഹത്തിന്റെ മുമ്പാകെ ഞാൻ നമിക്കുന്നു, നിന്റെ സ്നേഹത്തിന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. നസറേയനായ യേശു സമയം അധികം വൈകുന്നതിന് മുമ്പേ അവൻ വരാൻ പോവുകയാണ്, അവൻ വെളിപ്പെടാൻ പോവുകയാണ്. അവൻ വരുമ്പോൾ ഇങ്ങനെ തീരുമാനമെടുത്തു, യേശുവിനെ മാത്രം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചവൻ അവന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. പിന്നെ അവനോടുകൂടെ എന്നേക്കും അവനോടുകൂടെ നിത്യഭവനത്തിലായിരിക്കും. പെർസിസ് 13-ാം തീയതി ശാവലുമായി വിവാഹം ചെയ്ത് ശാവലിന്റെ ഭവനത്തിലേക്ക് പോകും. പിന്നെ അവൾ മരണം വേർപിരിക്കുന്നത് വരെ ശാവലിന്റെ കൂടെയാണ്, അവന്റെ ഭവനത്തിലാണ്. അവൻ്റെതെല്ലാം അവളുടേതാണ്. അവൾ ജനിച്ചതും വളർന്നതും ഇത്രയും പ്രായം വരെ വളർന്ന വീട് അവൾ മറക്കേണ്ടതായിട്ട് വരും, അവളുടെ സകലതും അവൾ വിടേണ്ടതായിട്ട് വരും. പക്ഷേ അതൊരിക്കലും ഒരു ദുഃഖമല്ല, അതൊരു ദുഃഖമല്ല. അവൾ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ സന്തോഷത്തിലേക്ക്, അതിനേക്കാൾ വലിയ അനുഗ്രഹീതമായിരിക്കുന്ന സന്തോഷപൂർണമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് അവൾ പോകുന്നത്. അതേ, സഭ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എടുക്കപ്പെടാൻ പോവുകയാണ്. അന്ന് എടുക്കപ്പെടുമ്പോൾ പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, നിങ്ങൾ ആ കൂടെ ഉണ്ടാകുമോ? ദൈവസഭയുടെ കൂടെ നിങ്ങൾ ഉണ്ടാകുമോ? ദൈവസഭ മാത്രമേ എടുക്കപ്പെടൂ. അന്ന് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന അനേക ദൈവമക്കളുടെ ഇരിപ്പുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ ആ നസറേയനായിരിക്കുന്ന യേശുവിന്റെ സന്നിധിയിൽ വന്ന്, യേശുവേ, ഞാൻ പാപത്തിൽ ജനിച്ച, പാപത്തിൽ ജീവിച്ച്, പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യനാശം എന്ന ശിക്ഷാവിധിയിലേക്ക് യോഗ്യനായി ജീവിക്കുന്നവനാണ്. എന്നാൽ എന്നെ നിത്യമായ സ്നേഹം കൊണ്ട് സ്നേഹിച്ച് എനിക്ക് വേണ്ടി നീ താണിറങ്ങി വന്ന
എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ നീ നിന്ദകളും കഷ്ടങ്ങളും അനുഭവിച്ച് ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. ഞാനിത് വിശ്വസിക്കുന്നു. എന്റെ പാപത്തെ തന്റെ ഏകയാഗം കൊണ്ട് പരിഹാരം വരുത്തിയ നസ്രയനായ യേശുവേ, ഞാൻ നിന്നെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തെ ഞാൻ നിനക്കായി തരുന്നു. എന്നെ നിന്റെ മകനായ മകളായി, നിന്റെ സ്വന്തമായി എന്നെ തീർക്കണമേ എന്ന് പറഞ്ഞ് അവനായി ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ, അതെ, പൗലോസ് പറയുന്നത് പോലെ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയും. അതെ, കർത്താവിന്റെ വരവിൽ അവനോടുകൂടെ എന്നേക്കുമായിട്ട് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കും. ആ ഉറപ്പോടെ ബോധ്യത്തോടു കൂടി വേണം ഈ സന്തോഷ സുദിനത്തിൽ ഇവരുടേതായിരിക്കുന്ന വിവാഹ നിശ്ചയത്തിൽ സംബന്ധിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ പോകുവാൻ. പ്രിയമുള്ളവരെ, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ കണ്ടതുകൊണ്ടോ ഇവിടെ വന്ന് സംബന്ധിച്ചതുകൊണ്ടോ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാതെയായി പോകും. ഇത് കേവലം ഭൗതികമായിരിക്കുന്നവര് ആഘോഷം മാത്രമായി പരിണമിക്കും. അങ്ങനെ ഒരിക്കലും ആയി തീരരുത്. ഇവർക്കൊരു പ്രത്യാശയുണ്ട്, ഇവർക്കൊരു സന്തോഷമുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ അതിന്റെ സ്വയത്തമായി അതിന്റെ ഭാഗവാക്കായി നിങ്ങളും തീരണം. ആ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനിടയിലും ഈ ദൈവവചനത്തിൽ ഒരു ശുശ്രൂഷ നിങ്ങളുടെ മുമ്പാകെ നടത്തുവാനായിട്ട് സഭയും വേർതിരിച്ചത്. കാരണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആരും നശിച്ചു പോകാതെ ഏവനും രക്ഷിക്കപ്പെടണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഹിതം ഞങ്ങളുടെയും ആഗ്രഹമാണ്. കാരണം ഞങ്ങൾ ദൈവമക്കളാണ്. ഞങ്ങളുടെയും ആഗ്രഹമാണ്. ഞങ്ങളുടെയും ആഗ്രഹം ആരും നശിച്ചു പോകരുതെന്ന്. അതുകൊണ്ട് നാശത്തിലേക്ക് പോകുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക. ക്രിസ്തുവുമായി ഒരു വ്യക്തിപരമായിരിക്കുന്ന ബന്ധത്തിലേക്ക് വരിക. അങ്ങനെ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരം ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയ ഷാവലിനും അതുപോലെ പ്രിയ പ്രസിസിനും ഇരു കുടുംബങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം സകലമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. വിവാഹ ദിവസം വരെ പ്രിയപ്പെട്ടവരെ കർത്താവ് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഏറ്റവും അനുഗ്രഹവും ഭംഗിയുമായ സ്വർഗത്തിലെ ദൈവകുഞ്ഞാടിന്റെ വിവാഹ ദിവസത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിലുള്ള ഒരു വിവാഹ ശുശ്രൂഷ 13-ാം തീയതി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവ സകല കൃപയും ഇവര് കുടുംബങ്ങളുടെ മേലും ഇരു സഭകളുടെ മേലും ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാണ്. പ്രിയ ദേവദാസനോട് നമുക്ക് ലഭിച്ച ദൈവികാലോചനയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിവാഹ നിശ്ചയത്തെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായിരുന്നു. നമ്മുടെ മക്കളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വിവാഹം ക്രിസ്തു എന്ന ഏക പുരുഷനുമായിട്ട് ഉള്ള ആ വിവാഹ നിശ്ചയം നടന്നിരിക്കുകയാണ്. നാം കേട്ടതുപോലെ അവരെ മണവാട്ടി സഭ എന്ന് അറിയപ്പെടും. രക്ഷകനായ കർത്താവിനെ, യേശു കർത്താവിനെ അവരുടെ ഉള്ളത്തിൽ സ്വീകരിച്ച് അവനെ കർത്താവ് രക്ഷിതാവുമായി അംഗീകരിച്ച് ഏറ്റുപറയുന്ന ഏവരും ആ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്. ആ മണവാട്ടി സഭയെ ചേർക്കുവാൻ തക്കവണ്ണം ആത്മമണവാളൻ എത്രയും പെട്ടെന്ന് വെളിപ്പെടും. ലോകസംഭവങ്ങളിൽ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ സംഭവം നടക്കുവാൻ പോകുകയാണ്. അവൻ മധ്യാകാശത്തിൽ വരും, തൻ്റെ കാന്തിയെ വിളിക്കും. നാം അവരോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കും. ആ മനോഹരമായ പളുങ്ക് പർദീസയിലേക്ക് നാം ചെന്നു ചേരുമ്പോൾ നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്, എത്രയോ സ്നേഹസമ്പൂർണ്ണനാണെന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവജനത്തിനിടയായി തീരുമെന്നാൽ അല്ലാത്തവർ ഭൂമിയിൽ വിടപ്പെടും. അവർ നിത്യനാശത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നുള്ള സത്യവും നാം മറന്നു കളയും. ഒന്നുകിൽ ആ പളുങ്ക് പർദീസ, അല്ലെന്നുവരികിൽ നിത്യ നരകം. ഈ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഏതൊരു മനുഷ്യനും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ നിയന്ത്രിക്കുകയാണ്. നിങ്ങളുടെ ഭാവിയെ തന്നെ നിങ്ങൾ തീരുമാനിക്കുകയാണ്. ആ നല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവോടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഒരു ഗാനം കൂടെ നമുക്ക് വേണ്ടി പാടുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ ആന്റണി സഹോദരൻ തൃപ്പൂണിത്തുറ സഭയുടെ ഒരു വരദാനമാണ്. അനേക ശുശ്രൂഷകളിൽ മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്നും നമുക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏതൊരു ദൈവവേദനയും ഓർക്കുവാനുള്ളത്, എത്രത്തോളം എന്നെ സ്നേഹിപ്പാൻ, എത്രത്തോളം എന്നെ കരുതുവാൻ ദൈവമേ ഞാൻ എന്തുള്ളൂ,
എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുവാൻ മാത്രമേ ഏതൊരു ദൈവവൈദ്യനും സാധിക്കുകയുള്ളൂ. ആ അർത്ഥം വരുന്ന ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്രത്തോളമെന്നെ ഭാഗ്യകരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ഭാഗ്യകരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്രത്തോളമെന്നെ അന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ അന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. ഇത്രത്തോളം
റോയലിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതിമഹനീയമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഇന്ന് ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമായി ഇവിടെ നടക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം കൃപ ചെയ്തതിന് ഓർത്ത് വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കാലാവസ്ഥയും എല്ലാം ഇത്രയും അനുകൂലമാക്കി തന്ന ദൈവത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ശുശ്രൂഷകളെല്ലാം ഇത്രയും മനോഹരമാക്കി തീർക്കാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത കർത്തദാസന്മാരോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്, കർത്തനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകാൽ ഈ ശുശ്രൂഷകളെല്ലാം ലീഡ് ചെയ്ത കർത്തദാസൻ ജോർജ് അങ്കിളിനോടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും കർത്തനാമത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകം നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള വചനം നമുക്ക് വിളമ്പി തന്ന കർത്തദാസൻ ഷാജി അങ്കിളിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് കർത്തനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റു ശുശ്രൂഷകളിൽ നമ്മെ സഹായിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്ത എല്ലാ കർത്തദാസന്മാരോടുള്ള നന്ദിയും സ്നേഹവും കർത്തനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ പാട്ടുകൾ പാടി നമ്മെ ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത കർത്തദാസൻ ആന്റണി അങ്കിളിനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാട് ഈ സമയത്ത് കർത്തനാമത്തിൽ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവർക്കും കടന്നു വരാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. പ്രത്യേക തൃശ്ശൂരിന്റെ ഭാഗത്തു നിന്നും കടന്നു വന്നിട്ടുള്ള സഭകളായി, വ്യക്തികളായി, കുടുംബങ്ങളായി, സുഹൃത്തുക്കളായി കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ഈ സമയത്ത് കർത്തനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയുടെ ഭാഗത്തു നിന്ന് സഭകളായി, വ്യക്തികളായും കുടുംബങ്ങളായും സുഹൃത്തുക്കളായും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും സന്തോഷവും കർത്തനാമത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫംഗ്ഷന് വേണ്ടി ഓഡിറ്റോറിയം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ പള്ളി വികാരിയോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്, കർത്തനാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. മാത്രമല്ല സ്റ്റേജ് ഡെക്കറേഷൻ, ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ, സൗണ്ട് ആൻഡ് ലൈറ്റ് സിസ്റ്റം മുതലായ എല്ലാ കാര്യങ്ങളിലും നമ്മോട് സഹകരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും സ്നേഹവും ഈ സമയത്ത് കർത്തനാമത്തിൽ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ഓർപ്പിക്കുകയാണ്. മാത്രമല്ല ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമാക്കി തന്ന വലിയ ദൈവത്തോട് നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമോദ്ധാരാകട്ടെ. ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വെജും നോൺ വെജും ഒരേ സൈഡിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വയറ് നിറയെ കഴിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും പോകാവുള്ളൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമോദ്ധാരാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവ് ടി മത്തായി സഹോദരൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹാനും മഹാകാരുണ്യവാനുമായിരിക്കുന്ന സ്വർഗസ്ഥ പരമപിതാവിന്റെ മേൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവേ, അങ്ങ് ഹൃദയത്തോടുകൂടി തന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും അടികളുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിനാകട്ടെ നന്ദി ഹൃദയത്തോടുകൂടി സ്തോത്രം. എന്നെ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്നെ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സംഗീതകാരനോട് ചേർന്ന് ഉച്ചയായ സമയത്ത് അടിയങ്ങൾക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിപ്പാൻ, അവിടെ അടിയങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വന്ന നന്മകളെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇപ്രകാരം ഒരു സന്ദർഭത്തെ അവിടെ തന്നതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ ശുശ്രൂഷാനുഗ്രഹമായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ നാഥൻ മുഖാന്തരം ഒരുക്കിയല്ലോ. അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കിയല്ലോ. നന്ദിയുടെ ഹൃദയത്തോടുള്ള സ്തോത്രം. ശുശ്രൂഷ ചെയ്താർത്തതിൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷാൽ ജോത്സാഹമായിട്ട് നന്ദിയുടെ ഹൃദയത്തോടുള്ള സ്തോത്രം. പരിശുശ്രൂഷ സാക്ഷിധാരണയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയദാസൻ തക്ക സമയത്ത് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ചിന്തകൾ കർത്താവേ അടിയങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കിയല്ലോ. അടിയങ്ങൾ കേട്ടതായിട്ടുള്ള അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവേ അവിടുത്തെ പുത്രനെ അടിയങ്ങൾക്ക് ദാനമായി തന്നല്ലോ. അതിനായിട്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്തുതിക്കുകയാകുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാകുന്നു. കർത്താവേ ആ പുത്രന് വേണ്ടി അടിയങ്ങളെ അവിടുത്തെ കന്യകളാക്കി തീർത്തതിനായിട്ട് നാമത്തിന് സ്തോത്രം. കർത്താവേ നിങ്ങൾ നിശ്ചയിച്ച പ്രകാരം അവിടുത്തെ ഹിതമെങ്കിൽ കർത്താവേ ഈ മാസം സെപ്റ്റംബർ 13-ാം തീയതി
തൃശ്ശൂരുള്ളതായിട്ടുള്ള സഭയിൽ വെച്ച് ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായിട്ട് തീരുവാൻ പറ്റണം. സ്വർഗനാഥൻ മുഖാന്തരം ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കണമേ. എല്ലാവർക്കും ക്ഷേമത്തോടുകൂടെ കടന്നു വന്ന കർത്താവേ, അവരുടെ വിവാഹം നടത്തുവാൻ വഴികളെയും അവിടെ ഒരുക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അടിയങ്ങളെയും പരിപാലിച്ചുവല്ലോ. കടന്നു വന്ന ദൈവജനത്തിനായിട്ട് അവിടുത്തെ സാന്നിധ്യം കർത്താവേ, അടിയങ്ങൾ ഇരിക്കുകയാകുന്നു. അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളെ നിറച്ചതിനായിട്ട് കടന്നു വന്ന എല്ലാവർക്കായിട്ട് ഒരിക്കൽ സ്തുതിക്കുന്നു. രണ്ട് സഭകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാകുന്നു. രണ്ട് ഭവനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹം മുഖാന്തരമായിട്ട് രണ്ട് സഭകൾക്കും അനുഗ്രഹമായി തീരുമാനിക്കണം, കുടുംബത്തിന് അനുഗ്രഹമായി തീരുമാനിക്കണം. അതെല്ലാം വഴിയായിട്ട് അവർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവൻ നയിക്കാൻ പറ്റണം. അവൻ നിലയാക്കി തീർക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, മാനവും മഹത്വവും അവിടുത്തെ പാതാളങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീരണം. യേശു കർത്താവിന്റെ വിലയെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കാൻ വഴി നടത്തുന്ന ദൈവത്തിന്റെ വിശുദ്ധാത്മാവിന്റെ വേർപിരിയാത്ത കൂട്ടക്കാരും നാം എല്ലാവരോടും വിശേഷാലെന്ന വിവാഹ നിശ്ചയത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഇത് മുന്നേക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് പ്രശ്നത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ വീണ്ടും നന്ദിയോടുകൂടെ അതിന്റെ നാമത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവേ, ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങൾക്കായിട്ട് ഇതിന്റെ നാമത്തെ വാഴ്ത്തുന്നു. ഭക്ഷണത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നൽകി തരുമാറാകണമേ. ഇതിന്റെ ബലം കൊണ്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. നല്ലവനല്ലോ യഹോവ, ഉന്നതനല്ലോ യഹോവ. നല്ലവനല്ലോ യഹോവ, ഉന്നതനല്ലോ യഹോവ. സ്തോത്രങ്ങളാൽ സ്തുതിഗീതങ്ങളാൽ യഹോവയെ സ്തുതിപ്പിൻ. സ്തോത്രങ്ങളാൽ സ്തുതിഗീതങ്ങളാൽ യഹോവയെ സ്തുതിപ്പിൻ. ആദ്യനും അന്ത്യനും യഹോവ, ആൽഫയും ഒമേഗയും യഹോവ. ആദ്യനും അന്ത്യനും യഹോവ, ആൽഫയും ഒമേഗയും യഹോവ. ആരാധിക്കും ആത്മാവിനാൽ പാടി സ്തുതിച്ചിടും ഞാൻ. ആരാധിക്കും ആത്മാവിനാൽ പാടി സ്തുതിച്ചിടും ഞാൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ.
വസിക്കുന്നവൻ ഇസ്രായേലിന്റെ ദൈവമല്ലോ. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ ഇസ്രായേലിന്റെ ദൈവമല്ലോ. സ്തുതിയും മഹിമയും സ്വീകരിപ്പാൻ യോഗ്യനായവനേ. സ്തുതിയും മഹിമയും സ്വീകരിപ്പാൻ യോഗ്യനായവനേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. ശത്രുവിന്മേൽ ജയം കൊണ്ടവൻ ആയുധങ്ങളെ വെപ്പിച്ചവൻ. ശത്രുവിന്മേൽ ജയം കൊണ്ടവൻ ആയുധങ്ങളെ വെപ്പിച്ചവൻ. ശക്തനായി ഭരണം ചെയ്തിടുവാൻ വീണ്ടും വന്നിടുന്നോ. ശക്തനായി ഭരണം ചെയ്തിടുവാൻ വീണ്ടും വന്നിടുന്നോ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യഹോവയെ സ്തുതിപ്പിൻ. 10 കമ്പിയുള്ള വീണയോടെ യഹോവയെ സ്തുതിപ്പിൻ. നല്ലവനല്ലോ യഹോവ, ഉന്നതനല്ലോ യഹോവ. നല്ലവനല്ലോ യഹോവ, ഉന്നതനല്ലോ യഹോവ. സ്തോത്രങ്ങളാൽ സ്തുതിഗീതങ്ങളാൽ യഹോവയെ സ്തുതിപ്പിൻ. സ്തോത്രങ്ങളാൽ സ്തുതിഗീതങ്ങളാൽ യഹോവയെ സ്തുതിപ്പിൻ. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. യേശുവിൻ പാദത്തിലണയാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം. സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിലണയാം. സർവശക്തനായ ദൈവം നമ്മെ നയിക്കുവാനുള്ളതിനാ ദുർഘടമേടുകളിൽ നിർഭയമായി വസിക്കാം. സർവശക്തനായ ദൈവം നമ്മെ നയിക്കുവാനുള്ളതിനാ ദുർഘടമേടുകളിൽ
പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം. സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിലണയാം. സർവജ്ഞാനിയായ ദൈവം നമ്മുടെ സങ്കേതമായതിനാ എല്ലാ ദോഷങ്ങളും അകറ്റി അന്ത്യത്തോളം കാത്തുകൊള്ളും. സർവജ്ഞാനിയായ ദൈവം നമ്മുടെ സങ്കേതമായതിനാ എല്ലാ ദോഷങ്ങളും അകറ്റി അന്ത്യത്തോളം കാത്തുകൊള്ളും. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, നമുക്കായി ക്രൂശിൽ മരിച്ചവൻ, നമ്മെ ചേർപ്പാൻ മേഘെ വരുന്നവൻ രാജാധിരാജനേശു. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, നമുക്കായി ക്രൂശിൽ മരിച്ചവൻ, നമ്മെ ചേർപ്പാൻ മേഘെ വരുന്നവൻ രാജാധിരാജനേശു. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം.